ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് ചീസ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതുവരെയ്ക്കും ഞാൻ ചീസ് വെച്ചിട്ട് ഒന്നും ഈ ഇഫ്താറിനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അതാ ചിക്കൻ ചീസ് ബോൾസാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. ആദ്യം തന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫ്രൈ ചെയ്ത ചിക്കനില്ലേ, അപ്പോൾ അതിൻ്റെ മസാല ഞാൻ എന്താണെന്നുള്ളത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, പിന്നെന്താണ് ഗ്രീൻ ചില്ലി, അതും ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, നമ്മൾ ബ്രെഡ് പൊടിച്ചതില്ലേ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഒറിഗാനോ, ഉപ്പ്, പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിനൊക്കെ ഒരു ചെറിയൊരു മാറ്റം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ സൗണ്ട് സംസാരിക്കണമെന്ന്, ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു എഗ്ഗ് ഞാൻ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ബോളാക്കി എടുക്കാം. അപ്പോൾ ബോളാക്കി എടുക്കണമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലെ ഒന്ന് ആക്കി ചെറിയൊരു കുഴി പോലെ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വെക്കേണ്ടത് മൊസറല്ല ചീസാണ്. അപ്പോൾ ഇതാ മൊസറല്ല ചീസ് അല്ലെങ്കിൽ നമുക്ക് സ്ലൈസ്ഡ് ചീസില്ലേ അത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷേ മൊസറല്ല ചീസ് വയ്ക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഇങ്ങനെ നീണ്ടു വരണമെങ്കിൽ നമ്മൾ ആ മൊസറല്ല ചീസ് വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി വീണ്ടും എടുത്തിട്ട് നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 12 ബോൾസ് ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് മുട്ടയ്ക്ക് പകരം മൈദ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതായത് നല്ല ലൂസാക്കിയിട്ട് അതിൽ കോട്ട് ചെയ്തിട്ടും അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. ബ്രെഡ് ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫുള്ളും ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 12 ബോൾസും ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല തിളച്ച എണ്ണയിൽ വേണം ഒന്നിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തുള്ള ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ വേവേണ്ട സാധനങ്ങളൊന്നും ഇല്ല. ആകെ സവാള മാത്രമേ ഉള്ളൂ. അത് കുറച്ച് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. ഇപ്പോൾ നമ്മളെ ചീസ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവില്ലേ. നല്ല അതായത് ക്രിസ്പിയാണ് പുറത്ത്, അകത്ത് നല്ല ചീസിയാണ്. നമ്മുടെ മൊസറല്ല ചീസൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണതാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും അസ്സലാമു.